എത്തിയോ? അതെ, ഒന്നും കരിഞ്ഞിട്ടുമില്ല പുകഞ്ഞിട്ടുമില്ല. ദേ എല്ലാം പക്കയാണേ. പരിശോധിക്കണമെങ്കിൽ കയറി പരിശോധിച്ചോ. ആ ഫാദർ സ്നേഹയുടെ അച്ഛനെ ഒന്ന് വിളിക്കേ. വിളിക്കാം. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ ഫാദർ? സംഭവം അല്പം ഗൗരവമുള്ളതാ. ഫാദർ കാര്യം എന്താന്ന് വെച്ചാ പറ. അവരെന്തിനാ വിളിപ്പിച്ചത്? എനിക്കും നിനക്കും ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളുടെ ഉത്തരം പറയാനാണ് അവരെന്നെ വിളിപ്പിച്ചത്. മൈഥിലി നിന്നോട് അകന്ന് പെരുമാറുന്നതിന്റെ കാരണം നമ്മൾ ഒരുപാട് അന്വേഷിച്ചില്ലേ? അതിന് വ്യക്തമായ കാരണമുണ്ട്. എന്താ അത്? അതവിടെ നിൽക്കട്ടെ. നീ ഇനി മൈഥിലിയുടെ വീട്ടിൽ പോകാൻ പാടില്ല. രാത്രിയായാലും പകലായാലും മൈഥിലി അവിടെ നിന്ന് കൊണ്ടുവരാനോ കൊണ്ടുചെന്നാക്കാനോ നീ പോകരുത്. അതാരുടെ വിലക്ക? തൽക്കാലം എന്റെ വിലക്കാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം, മൈഥിലിയുടെ ഹോസ്പിറ്റലിൽ നീ പോരുന്നതാ നല്ലത്. നമുക്ക് മറ്റെവിടെയെങ്കിലും നോക്കടാ. ഫാദറിന് എന്താ പ്രാന്ത് പിടിച്ചോ? മൈഥിലി മാമിന്റെ കൂടെ ഞാൻ ജോലി ചെയ്യുന്നത് ഏറ്റവും ആസ്വദിച്ചാണ്. അതെന്തിനു ഞാൻ വേണ്ടെന്ന് വെക്കണം? ഒരു കാര്യം പറഞ്ഞ അതങ്ങ് അനുസരിച്ചാ മതി. കാരണം അറിയാതെ കാര്യം അനുസരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അരുൺ, ഞാൻ നിന്റെ നന്മയെ കരുതിയാ പറയുന്നു. ഇതിൽ എനിക്ക് എന്ത് നന്മയുള്ളത്? അതാദ്യം ഫാദർ എനിക്കൊന്ന് പറഞ്ഞതാ. നാളുകൾക്ക് ശേഷം മൈഥിലി മാം എന്നോട് നന്നായിട്ടൊന്ന് സംസാരിച്ചതിന്റെ സന്തോഷത്തില ഞാൻ. പെട്ടെന്ന് അതൊക്കെ ഇല്ലാണ്ടാവോ എന്ന് പറഞ്ഞ? വെട്ടിമുറിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് വെട്ടിമുറിക്കണം. ഫാദറിനെ വിളിപ്പിച്ചവരുടെ ആവശ്യമാണോ ഇത്? അതെ. മൈഥിലിയുടെ അച്ഛനും സാരംഗിന്റെ അച്ഛനും എന്നോട് ഒരുപോലെ ആവശ്യപ്പെട്ടു. അവരുടെ മക്കളുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക്. അവരുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് ഞാൻ എങ്ങനെ തടസ്സമാവുന്നത്? നീ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിന്നോട് പറയരുതെന്നുള്ള എന്റെ തീരുമാനം കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം അത് പറയാതിരുന്നത്. സാരംഗും മൈഥിലിയുമായി ഇനി ഒന്നിച്ച് ജീവിക്കില്ല എന്ന് പറഞ്ഞത് മൈഥിലിയെക്കുറിച്ച് അയാൾക്ക് തോന്നിയൊരു സംശയത്തിന്റെ പേരിലാണ്. ആ സംശയം മൈഥിലിയെയും നിന്നെയും ചേർത്താണ്. ഫാദർ, ബഹുമാനത്തോടെ അല്ലാതെ ഞാൻ ഫാദറിനോട് ഇന്ന് വരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, നിന്നിട്ടുമില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം പറഞ്ഞാലേ അതാരാണ് പറയുന്നതെന്ന് പോലും നോക്കില്ല ഞാൻ. ഒരു കൂടപ്പിറപ്പിനെ പോലെ മൈഥിലിയെ സ്നേഹിക്കുന്ന നിനക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വാസ്തവം ഉൾക്കൊള്ളാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. സാരംഗും സാരംഗിന്റെ മക്കളും നിങ്ങളുടെ പെരുമാറ്റങ്ങളെ സംശയിക്കുന്നു, നിങ്ങളുടെ ഒന്നിച്ചുള്ള യാത്രകളെ സംശയിക്കുന്നു, നിങ്ങളുടെ രീതികളെ സംശയിക്കുന്നു. ഇതിലും ഭേദം അയാൾക്ക് എന്നെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊല്ലായിരുന്നില്ലേ? എന്റെ ചേച്ചിയാണ് ഫാദർ, എന്റെ ദൈവമാണ്. എങ്ങനെ അവർക്ക് ഇത് ചിന്തിക്കാൻ തോന്നുന്നു? എങ്ങനെ ഇത് അവർക്ക് പറയാൻ തോന്നുന്നു? എടാ, അവര് രണ്ടുപേരും തൊഴുകൈകളോട് എന്നോട് അപേക്ഷിച്ചതാ. എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാം തീരുമാനിക്കേണ്ടത് നീയാണ്. നിന്റെ കൂടപ്പിറപ്പാണ് മൈഥിലി എങ്കിൽ അവളുടെ ജീവിതം ഇനി നിന്റെ കയ്യിലാണ്. മോനെ. ഫാദർ, ഇനി ഞാൻ എന്താ പറയേണ്ടത്? ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട ജീവിയായില്ലേ? ഈ കണ്ണിലാണ് അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എത്രയോ തവണ ഞാൻ അവരുടെ മുമ്പിൽ നാണകെട്ട് നിന്നിട്ടുണ്ട്. എടാ, മനുഷ്യന്റെ മനസ്സ് പായുന്നൊരു കുതിരയെ പോലെയാണ്. അതെങ്ങോട്ട് വേണമെങ്കിലും കുതിച്ചോടും. കൺമുൻപിൽ തളർന്നു വീഴുന്നതുവരെ അത് കാര്യമാക്കില്ല. സാരംഗിന്റെ മനസ്സിനെ ഏതോ പൈശാചിക ശക്തി ബാധിച്ചിരിക്കുന്നു. അങ്ങനെ കരുതാനല്ലേ നമുക്ക് പറ്റൂ? ഇല്ല ഫാദർ, അങ്ങനെ ഒരു തോന്നലിൽ ഓടിയൊളിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിപ്പോ മാമിനെ കാണണം, മാമിന്റെ അച്ഛനെ കാണണം. വേണ്ട മോനെ, ഇക്കാര്യത്തിൽ ഫാദർ എന്നെ തടയരുത്. എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്ന വ്യക്തിത്വം തീർന്നു പോണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷം ഇത്. എനിക്കവരെ കാണണം ഫാദർ.
മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നും ആവില്ല ഫാദർ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വേദന എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ഫാദർ എന്നോടൊരു കാര്യം പറഞ്ഞു. മാമിന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് ഞാനൊരു കാരണമല്ലെന്ന് മാമിനോട് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമല്ലേ? അത് കള്ളമായിരുന്നല്ലേ? അരുൺ, വേണ്ട. പറഞ്ഞു കേട്ട അപവാദങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ എനിക്കിഷ്ടമല്ല. അതും മാമിന്റെ മുഖത്ത് നിന്ന്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മാം തന്നെ പറഞ്ഞതാ. നാട് വിട്ടു പോണോ അതോ ജീവൻ തന്നെ ഉപേക്ഷിക്കണോ? അരുൺ, വേറെ എന്താണെങ്കിലും ഞാൻ സഹിക്കായിരുന്നു മാം. ഇവരെന്താ ഈ പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ വാസ്തവാ. എന്റെ കുടുംബജീവിതത്തിന് നീ ഒരു കരടല്ല. എന്നോട് നീ എന്നും മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ചിലർക്ക് കഴിവില്ലാതെ പോയി. ഈ ഒരു കണ്ണിലല്ലാതെ ഒരാണിനെ പെണ്ണിനെ മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ലേ? സഹോദരൻ, സഹോദരി, അമ്മ, പെങ്ങൾ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലേ? മാമിന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയല്ലേ ഞാനും വിളിച്ചത്? അധികാരം കൊണ്ടൊന്നുമല്ല, കൊതി കൊണ്ടാ. എനിക്കങ്ങനെ വിളിക്കാനും കരുതാനും ആരും ഇല്ലാത്തതുകൊണ്ടാ. അമ്മേ, എപ്പോഴെങ്കിലും ഒരു ബഹുമാനക്കുറവ് എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് ശാസിക്കണം തോന്നുന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ? അച്ഛാ, രാത്രി ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ മൈഥിലി മാം ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ കഥകളാണ്. അത് ഞാൻ കേട്ടിരിക്കും, എൻ്റെ അച്ഛനെ കുറിച്ച് പറയുന്ന പോലെ. എന്നിട്ട് എന്ത് എന്നെ മനസ്സിലാക്കാതെ പോയത്? ഫാദറിനോട് ഞങ്ങൾ രണ്ടുപേരും ഇത് പറഞ്ഞത് തല താഴ്ത്തി നിന്നുകൊണ്ടാ. അത് ഞങ്ങള് എത്ര നാണം കെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നതിന്റെ തെളിവാ. നിങ്ങൾ എൻ്റെ അച്ഛനമ്മമാരാ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. ഒരു വാക്കോ ഒരു നോട്ടോ എൻ്റെ ചേച്ചിയുടെ നേർക്ക് എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അരുതാ, നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിതാ നിൽക്കാം. നിലയ്ക്കാത്ത സങ്കടം വരുമ്പോ ആൾക്കാരുടെ മുമ്പിൽ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കാറുണ്ട്. എന്നെ രക്ഷിക്കോ ശിക്ഷിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട്. ഇനിയെല്ലാം നിങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്കാർക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾ അല്പം ഭാഗ്യം കെട്ടവരായിപ്പോയി. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ഈ കുടുംബവും ഇവരുടെ ജീവിതവും ഒക്കെയാ. ഞങ്ങൾ ഇവർക്ക് കാവൽ നിൽക്കാമെന്നവരാ. പക്ഷേ ഞങ്ങളിപ്പോ നിസ്സഹായരാ. മുനേറുണേ, നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതില് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നീ ഇതറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ വാശി പിടിച്ചത് നാളെ അറിയാത്തൊരു കോണിൽ നിന്ന് നിനക്കൊരു വേദന ഉണ്ടാവാതിരിക്കാനാ. ഇതിനപ്പുറം എന്ത് വേദന അമ്മേ? ഈ നിൽക്കുന്ന ഡോക്ടർ മൈഥിലിക്ക് എന്റെ മനസ്സിലുള്ള സ്ഥാനം കർത്താവിന്റെ കൂടെ ചില്ലിട്ട് മനസ്സിൽ തുഴിച്ചിരിക്കുവാ ഞാൻ. എനിക്ക് വണങ്ങാനേ അറിയൂ. അരുൺ എന്തെങ്കിലും പറഞ്ഞ് തിരുത്താൻ പറ്റുമെങ്കിൽ അത് സാരംഗിനെയായിരിക്കണം. ഞാൻ സാറിനെ കാണാൻ പോവാ. എനിക്ക് നല്ലവണ്ണം സർട്ടിഫിക്കറ്റ് കിട്ടാനൊന്നുമല്ല, ഈ പാവത്തിന്റെ തലയിൽ ഒരു ചീത്ത പേരൊട്ടിക്കല്ലേന്ന് കാല് പിടിച്ച് പറയാനാ. വേണ്ട അരുൺ, ഒരുപക്ഷെ സാരംഗ് മോശമായിട്ട് നിന്നോട് പെരുമാറും. ഇനി എന്ത് നോക്കാനാ മാം? ഇടിവെട്ടി തലയറ്റുപോയതിന് ഇനി എന്താ ബാക്കിയുള്ളത്? മോളെ, സാരംഗ് സാറുണ്ടോ?
ഉണ്ട് സർ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഞാൻ കണ്ടോളാം. ആ സർ പ്ലീസ്, പെർമിഷൻ ഇല്ലാതെ പോകാൻ പറ്റില്ല. എന്താ അരുൺ? സാരൻ സാർ ഉണ്ടോയെന്ന് ചോദിച്ചു. പെർമിഷൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കണ്ടോളാന്ന് പറഞ്ഞു. അരുൺ, താനിവിടെ ഇരിക്കുക. സാരംഗ് ഫ്രീ ആണോന്ന് വൃന്ദോന്ന് ചോദിക്കട്ടെ. ഞാൻ ഏതായാലും കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അരുൺ, ഞാനൊരു മര്യാദ ഇല്ലാത്തവനാണെന്ന് കരുതണമെങ്കിൽ കരുതിക്കോ. ഗുഡ് മോർണിംഗ് സാർ. താനെന്താ ഇവിടെ? എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്. സോറി, എനിക്ക് സമയമില്ല. ഞാൻ ഇത്ര ബുദ്ധിമുട്ടി ഇവിടേക്ക് വന്നതല്ലേ. തൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ഇതെൻ്റെ ഓഫീസാ. ഇവിടുത്തെ സമയം എൻ്റെ സമയമാണ്. ആട്ടിയിറക്കാൻ ശ്രമിക്കുന്ന പേടികൊണ്ടാണോ? പേടിയോ? അതുകൊള്ളാം. താനെന്താ സ്വന്തം മേൽവിലാസം മറന്നുപോയോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് മേൽവിലാസമൊന്നുമില്ല സാർ. സാർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അനാഥനെന്നല്ലേ? താൻ അങ്ങനെ തെറ്റിദ്ധരിച്ചാ എനിക്കൊന്നും ചെയ്യാനില്ല. തെറ്റിദ്ധാരണയൊക്കെ സാറിനല്ലേ? സാർ, ഞാനൊരു കാര്യം അറിഞ്ഞു. അതിൻ്റെ ഷോക്കിൽ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റിയത്. അതിന് കാരണം സാറ് മാത്രമാണെന്ന്. ഡോക്ടർ മൈഥിലി എനിക്ക് അമ്മയാണോ പെങ്ങളാണോ അക്കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. അല്ലാതെ അവരെ വേറെ രീതി കാണാനുള്ള മനുഷ്യത്വമില്ലായ്മയൊന്നും എനിക്കില്ല. മൈഥിലി മാമിനെ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നെങ്കിലേ കുറച്ചും കൂടി അന്തസ്സുള്ള കാരണങ്ങൾ പറയാറുന്നില്ലേ? നീ എന്നെ അന്തസ്സ് പഠിപ്പിക്കുന്നു. എടാ, നിന്നെ പോലുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ട്. അല്പം സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലത്ത് അനാഥന്റെ സെന്റിമെന്റ്സും പറഞ്ഞ് ഇടിച്ചങ്ങ് കയറും. അവിടെ ആർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കൊന്നും അതൊരു പ്രശ്നമല്ല. കാരണം നീയൊക്കെ ചുറ്റുമുള്ളവരോട് അസൂയപ്പെട്ട് മാത്രം ജീവിക്കുന്നവനാ. സർ പ്ലീസ്, എനിക്ക് ഇന്ന് വരെ ആരോട് ഒരു അസൂയം തോന്നിയിട്ടില്ല. ആരുടെ നേട്ടങ്ങളിൽ കൊതിച്ചിട്ടുമില്ല. സർ, ഞാൻ മാമിനോട് മിണ്ടുന്നതും അടുത്ത് പെരുമാറുന്നതും സാറിന് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ദൂരേക്ക് പൊക്കോളാം. സാറും മാമും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. എന്തിന്? കൺമുന്നിൽ കെട്ടിയാടിയ സഹോദര വേഷം കാണാമറയത്ത് കെട്ടിയാടാനോ? എന്നിട്ട് അതിനിടയിൽ ഞാനൊരു കോമാളിയുടെ വേഷം കെട്ടാനോ? സർ പ്ലീസ്. സർ, ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. സാറിൻ്റെ ഈ തോന്നൽ ഒന്ന് തിരുത്തണം. സാറിൻ്റെ കുടുംബം പഴയതുപോലെ ആവണം. നോ ചാൻസ്. വഴിപിഴച്ചു വരുത്തിയെ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്ന് വിശുദ്ധയാക്കാനുള്ള മന്ത്രമൊന്നും എനിക്കറിയില്ല. സർ, മൈഥിലി മാമിനെ കുറിച്ച് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ സംസാരിക്കണം. എന്ത് മാന്യതയാടാ നീ പറയുന്നത്? പാതിരാത്രിയിലും പുലർച്ചയിലുമുള്ള നിന്റെ സന്ദർശനങ്ങൾ ഞാൻ കണ്ടില്ലാന്ന് വെക്കണോ? മെഡിക്കൽ ക്യാമ്പിന്റെ പേരും പറഞ്ഞുള്ള നിങ്ങളുടെ യാത്രകൾ ഞാൻ കണ്ടില്ലാന്ന് വെക്കണോ? സാരംഗ് വെറും വിട്ടിയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി. എനിക്ക് കണ്ടുപിടിക്കാനുള്ള ദൂരത്തോളം ഓടാനേ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടുള്ളൂ. സർ പ്ലീസ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എന്റെ ഭാര്യ നിലമറന്നവളാ. ആങ്ങളി എന്ന് കൂടപ്പുറപ്പെന്ന് പേരിട്ട് വിളിച്ച് നീയും അവളും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഈ നാട്ടില് പേര് വേറെയാ. താനൊരു ഡോക്ടറല്ലേ, പഠിച്ചവനല്ലേ? ഒരു സ്ഥാപനത്തിനകത്ത് കയറി വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? തീർത്ത് കളയാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും രഞ്ജിത്ത്. മതി സർ. ഇതിൽ കൂടുതൽ നിലവാരത്താഴ്ച വന്നാ നിങ്ങൾക്കത് ചേരില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ആളുകൾക്കിടയിലുള്ള നിങ്ങളുടെ ക്വാളിറ്റി മൈഥിലി മാമിന്റെ ഹസ്ബൻഡ് എന്നുള്ള നിലയിലാണ്. അവരെ നാണം കെടുത്തുമ്പോ സ്വയം നാണം കെട്ട് ഒടുങ്ങില്ലേ സർ? ഏയ്, ചെല് പോയിരിക്കെ. ഓക്കോ, ഇങ്ങോട്ട് കേറണ്ട കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനിടയിൽ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാ. അല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്റെ മുന്നിലേക്ക് വരില്ല. ഇതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചിരിക്കും, അധികം വൈകാതെ. രോമനെ,
ഇനി നിനക്ക് എന്നാ കോളേജിൽ പോകേണ്ടത്? നാളെ കഴിഞ്ഞ് പോകണം ഫാദർ. ചെല്ലുമ്പോ ഫീസ് അടയ്ക്കാൻ പറയും. അതിന്റെ സങ്കടത്തിലാണ്. എങ്കിൽ ജെയിംസ് നാളെ വൈകിട്ടൊന്ന് ഇങ്ങോട്ട് വാ. ഫീസ് അടയ്ക്കേണ്ട പണം പള്ളിയുടെ ഫണ്ടിൽ ഞാൻ എടുത്തു തരാം. ജോമോനെ, സ്നേഹിച്ച പെണ്ണ് ഉപേക്ഷിച്ചു പോയിന്ന് പറഞ്ഞു. ഇനി കള്ളും കുടിച്ച് ക്ലാസ് കട്ട് ചെയ്ത് നടക്കരുത്. നീ ചെറുപ്പമാണ്, ജീവിതം ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. ശരി ഫാദർ. മിടുക്കനായി സൽസ്വഭാവിയായി പഠിച്ചിറങ്ങിയാൽ ഒരു ജോലി സമ്പാദിച്ച തമ്പുരാൻ കർത്താവ് മാലാഖ പോലൊരു പെങ്കൊച്ചിനെ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. എങ്കിൽ നിങ്ങൾ ചെല്ല്, ഞാൻ പ്രാർത്ഥിച്ചോളാം. ശരി ചെല്ല്. നീ കാണിച്ചത് തെറ്റായിപ്പോയി. ഇപ്പൊ നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഉള്ളതൊന്നും കെടാൻ പോകുന്നില്ല. ആളി കത്തുകയുള്ളൂ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഫാദർ? എന്റെ പേര് ചാർജ് തരുന്ന കുറ്റങ്ങൾ തല കുനിച്ചെന്ന് ഞാൻ കേൾക്കണോ? ആർക്കും എന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളത് പറഞ്ഞു, മൽപ്പിടുത്തം നടത്താനുള്ളത് ചെയ്തു. പക്ഷേ നീയും സാരംഗും തമ്മിൽ പറഞ്ഞ ഓരോ വാക്കുകളും ചെന്ന് തറക്കുന്നത് അത് മൈഥിലിയുടെ അഭിമാനത്തിലാണ്. കുറ്റപ്പെടുത്തിയ സാരംഗ് വേദനിക്കില്ല, പക്ഷേ മൈഥിലി സങ്കടപ്പെടും. മൈഥിലി മാമിനെ സങ്കടപ്പെടുത്തുന്ന ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല ഫാദർ. അതെന്റെ കടമയാ. എങ്കിൽ ചെല്ല്, സാരംഗിനോടും മക്കളോടൊക്കെ പ്രതികാരം ചെയ്യടാ. എടാ, പൊട്ടിത്തെറിക്കാൻ ആരെ കൊണ്ടും പറ്റും, ക്ഷമിക്കാനാണ് പ്രയാസം. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് നീ തന്നെ പരിഹരിക്കും. എനിക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഫാദറിന്റെ മുമ്പിൽ ഭ്രാന്ത് പിടിച്ചു വന്നിരുന്നേനെ. എടാ, നീ ഇതെങ്ങോട്ടാ? ഞാൻ അകത്തെങ്ങാൻ പോയിരുന്നോളാം. ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ കർത്താവ് അത് അംഗീകരിക്കട്ടെ, മറിച്ചാണെങ്കിൽ അതിനുള്ള ശിക്ഷയും വിധിച്ചോട്ടെ. എടാ, ഞാൻ ജനിച്ച ദിവസം എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചത്ത ദിവസം ഇന്നാണ് ഫാദർ. ഇത്രയും വലിയ നാണക്കേടിനപ്പുറത്ത് എന്തിനു എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? പേ പിടിച്ച നായ്ക്കൾ വല്ലതും ഉണ്ടെങ്കിൽ കോർപ്പറേഷനെ അറിയിച്ചാ അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളും. അല്ലാതെ എന്റെ ഓഫീസിലേക്ക് അയക്കല്ല വേണ്ടത്. എന്താ കാര്യം? ഈ വീടിനകത്ത് നിങ്ങളും ഓഫീസിനകത്ത് നിങ്ങൾ അയക്കുന്ന ഒരുത്തനും എന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാല് ഞാൻ നിങ്ങളുടെ അടിമയാവുമെന്ന് കരുതിയോ? കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നേരെ ചൊവ്വേ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അതിനുത്തരം. എന്താച്ചാ? മോളെ, ഇവിടെ അടുത്തെവിടെയെങ്കിലും പേ പിടിച്ച നായെ കണ്ടാൽ നിന്റെ ഭർത്താവിനോട് ചോദിച്ചാൽ കോർപ്പറേഷൻ നമ്പർ തരും. അത് പറയാനാണെന്ന് തോന്നുന്നു തിരക്ക് പിടിച്ച് വന്നിരിക്കുന്നു. കളിയാക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് അയച്ച അരുണിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അവൻ എന്റെ ഓഫീസിൽ വന്നു, എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ബഹളം വെച്ചു. അവരോട് എന്താ പറഞ്ഞേൽപ്പിച്ചത്? എന്നെ തല്ലാനോ കൊല്ലാനോ? ഞങ്ങളൊന്നും പറഞ്ഞേൽപ്പിച്ചിട്ടില്ല. അപവാദങ്ങൾ അവനെ കുറിച്ചാണല്ലോ. അവൻ പ്രതികരിക്കുമ്പോ പ്രചരിപ്പിച്ചവരെ അത് സ്വീകരിക്കുകയും വേണം. എന്റെ ഓഫീസിൽ അവൻ കാണിച്ച അതിക്രമത്തിന് അവന് കൊടുത്തിട്ട് തന്നെയാ വിട്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളിപ്പോ കുറച്ചുപേര് ഒന്നിച്ചിരിക്കുന്നതേ നിനക്കുള്ള ഗൂഢാലോചനയും കൊണ്ടാ. അച്ഛനും അമ്മയും നിന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണല്ലോ നോക്കുന്നത്. അരുണിനെ ഇക്കാര്യം അറിയിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു എന്നുള്ളത് സത്യമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? നിന്നെ പേടിച്ചിട്ടല്ല, നിന്റെ വിവരദോഷത്തിന് നീ ആ ചെറുക്കനെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന് വിചാരിച്ചില്ല. ഓ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവന് പ്രതികരിക്കാനുള്ള അവസരം സാരെങ്കിനൊപ്പം നിൽക്കില്ല ആ തന്തയും തള്ളയില്ലാത്തവൻ. മതിയടാ, നീ പറഞ്ഞ മേൽവിലാസമാണ് അവനെങ്കിലും അന്തസ്സുള്ളൊരു പെരുമാറ്റവും അതിനൊത്തുള്ള തണ്ടലും അവനുണ്ട്. നിനക്ക് ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയുണ്ട്. പക്ഷേ നീ ഉണ്ടാക്കിയ നാണക്കേട് വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ? എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഡോക്ടർ മൈഥിലി ചില അവകാശങ്ങളുടെ പേരിൽ ഇവിടെ തങ്ങുന്നത് ഞാൻ അനുവദിക്കാം. ആ വഴിക്ക് പറ്റിക്കൂടാൻ വരുന്ന ചിലരെ ഞാൻ ചിലപ്പോ സാരംഗിന്റെ നേരെ കയ്യൂക്ക് കാണിക്കോ ആരെ കൊണ്ടെങ്കിലും കാണിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഞാനൊരു ഇറക്കിറങ്ങും. അത് ചിലപ്പോ വാക്കുകളിലും കയ്യാങ്കളിയിലും അവസാനിക്കില്ല.
ജീവനെടുത്തേ തീരൂ. മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ പേടിച്ച് തന്നെ സംഭവിച്ചു. അവൻ അത് തന്നെ പറഞ്ഞു. മോളെ മൈഥിലി, അരുണിനോട് സൂക്ഷിക്കാൻ പറയണം. ഞാൻ പറയാച്ചാ. ഇപ്പോ സാരംഗിന്റെ നിലപാട് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ ഭീഷണി എനിക്കും കൂടി ഉള്ളതാ. ഞാൻ എന്തായാലും ചാവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ജീവിക്കണം. ജീവിക്കണമെങ്കിൽ പൊരുതണം. പൊരുതാൻ തന്നെ എന്റെ തീരുമാനം.